ഹായ് കൂട്ടുകാരെ, എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പൊ രാത്രി ഏകദേശം ഒരു പുതിയ വീഡിയോ അല്ല, ന്യൂ ഇയർ വീഡിയോ. 2:45 ഒരു 2025 ആദ്യത്തെ എന്റെ ഒരു കുഞ്ഞ് വീഡിയോ ആയിട്ടാണ് കൂട്ടുകാരെ മുമ്പിൽ പറഞ്ഞത്. ഞങ്ങളുടെ കുറെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി ഇറങ്ങി രാത്രി. അപ്പം എന്റെ കൂട്ടുകാർക്ക് ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് കാണിച്ചു തരണതായിരിക്കും കേട്ടാ. അപ്പൊ ഞാന് ഇവിടെ നിന്ന് അങ്ങോട്ട് ഞങ്ങളുടെ യാത്ര തുടങ്ങുകയാണ് കേട്ടാ. അപ്പൊ നമുക്ക് ഈ കാഴ്ചകളിലോട്ടൊക്കെ പോവാം കേട്ടാ. ഈ 2025 എല്ലാവരും എന്നെ ഒന്ന് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് എല്ലാവരോടും ഞാൻ പറയാണ്. ക്രിസ്മസിന് ഒരിടം പോയില്ല, കുറച്ച് വീഡിയോസ് ഒന്നും എടുത്തില്ല. ഇന്ന് ന്യൂ ഇയർ ഇന്നിപ്പോൾ രാത്രി ആണ് ഞങ്ങൾ ഇറങ്ങിയിരിക്കണം. ഞാൻ എൻ്റെ നിർബന്ധപ്രകാരം ആവച്ചൻ ചേട്ടൻ ഓട്ടങ്ങാനി വന്നിട്ട് എന്നെ കൊണ്ടുപോകണതാണ് കാണിച്ചു തരാൻ വേണ്ടി. അപ്പോൾ കാഴ്ചകളൊക്കെ എടുത്തിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലോട്ട് കാണിക്കണതായിരിക്കും. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക്, ഒരു ഷെയർ, ഒരു സബ് കേട്ടാ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അപ്പം എന്റെയും എന്റെ കുടുംബത്തിന്റെയും ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ. എല്ലാവർക്കും സമ്പത്തിന്റെയും സമൃദ്ധിയുടെയും ഒരു വർഷമായി തീരട്ടെ. ആയിക്കോട്ടെ. അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് കേട്ടാ. ഇത് വന്നിട്ട് നമ്മുടെ തോപ്പ് ഇടവകയാണ് കേട്ടാ. അവിടുത്തെ അലങ്കാരങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. നല്ല അടിപൊളിയായിട്ടാണ് അവർ അലങ്കരിച്ചൊക്കെ വെച്ചിരിക്കണത് കേട്ടോ. അലങ്കാരങ്ങൾക്കൊന്നും ഒരു കുറവുമില്ല. നല്ല ഇത് ശംഖുമുഖത്തുള്ള കാഴ്ചകളാണ് കേട്ടോ കൂട്ടുകാരെ. ഇപ്പൊ ഇവിടെ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയണത്. അവരെയൊക്കെ പറഞ്ഞ് വീട്ടിലൊക്കെ വിടാൻ വേണ്ടിയാണ് ഈ നമ്മുടെ പോലീസ് സാർമാര് കമ്പും വടിയൊക്കെ കൊണ്ട് നടക്കണത്. അപ്പൊ ഇവിടെ ഉള്ള ഏകദേശം ആൾക്കാരൊക്കെ പറഞ്ഞ് വിട്ടിട്ടുണ്ട് കേട്ടാ വീട്ടില്. അപ്പൊ ഞാനിത് ആദ്യമായിട്ടാണ് കേട്ടോ ഇതെന്റെ അനുഭവം. ഇങ്ങനെ രാത്രി ന്യൂ ഇയറിന് ഇങ്ങനെ പുറത്തൊന്ന് ഇറങ്ങി സഞ്ചരിക്കണത്. അല്ലെങ്കിൽ പള്ളിയിൽ പോയിട്ട് വീട്ടിൽ കയറും. ഇതിപ്പോ ഇവിടെ ഒരു ദേവിയുടെ ഒരു കോവിലൊക്കെ ഉണ്ട്. അപ്പം ഇപ്പൊ ഇവിടെയൊക്കെ നല്ല ആൾക്കാരൊക്കെ മാറി വിജനത ആയിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങൾ ഇനി പോകുന്നത് വെട്ടുകാട് ഭാഗത്തോട്ടാണ് പോണ കേട്ടാ. അപ്പൊ നമ്മുടെ വീട്ടിൽ നിന്ന് നമുക്ക് വെട്ടുകാട് വരണമെങ്കിൽ 5 കിലോമീറ്ററോളം ഉണ്ട് നമുക്ക് വരാൻ വേണ്ടി. അപ്പൊ അവിടെ പള്ളിയിലെ അലങ്കാരങ്ങളുണ്ട്. അപ്പൊ നമ്മൾ പോണ വഴിക്ക് തന്നെ ഒരു 2-3 പള്ളികളുണ്ട് കാണാൻ വേണ്ടി. ക്രിസ്മസ് ഒക്കെ എന്ന് പറയുമ്പോൾ ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ നമ്മുടെ ഇവിടെ ഭയങ്കര ആഘോഷവും ഭയങ്കര ഇതൊക്കെയാണ്. പ്രത്യേകിച്ച് ഞങ്ങൾ തീരദേശ മേഖല ഭാഗമാണ്. അപ്പൊ തീരദേശ മേഖലയിലുള്ളവർക്ക് ഇതൊന്നും ക്രിസ്മസ് ന്യൂ ഇയറും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത അടിച്ചു പൊളിക്കാൻ ഉള്ള ഒരു അനുഭവങ്ങളാണ്. അപ്പൊ വീടുകളൊക്കെ അലങ്കരിച്ചിരിക്കുന്നത് അടിപൊളിയായിട്ടാണ് കേട്ടോ. കാണിച്ചു തരാം കേട്ടാ. ഓരോ വീടുകളും ഇങ്ങനെയൊക്കെയാണ് അലങ്കരിച്ചിരിക്കുന്നത് കേട്ടോ അവര്. ഇത് ഇവിടെ വീടാണ്, ഇത് കമ്മ്യൂണിറ്റി ഹാള്, അങ്ങനെയൊക്കെ ഉണ്ട്. നല്ല നല്ല ഭംഗിയായിട്ടാണ് അലങ്കരിച്ച് വെച്ചിരിക്കുന്നത് വീടുകളൊക്കെ. എന്ന് നല്ല ഭംഗിയായിട്ടാണെന്ന് അറിയാമോ അവരൊക്കെ വീടുകളൊക്കെ അലങ്കരിച്ചിരിക്കുന്നത് ചെറുതായിട്ടൊക്കെ ആണെങ്കിലും കേട്ടാ. അടുത്ത് അടുത്തെത്തിയത് നമ്മള് ഇവിടെ ഒരു മാതാവിന്റെ പള്ളിയാണ് കേട്ടാ. കണ്ണാന്തറ പള്ളിയാണ് കേട്ടോ ഇത്. ഇവിടെ അടിപൊളിയായിട്ടുള്ള അലങ്കാരങ്ങളൊക്കെയാണ് കേട്ടോ പള്ളിയിൽ ആക്കി വെച്ചിരിക്കുന്നത്. നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും കേട്ടോ. ഈ വർഷത്തില് ഒരു പ്രാവശ്യം വരുന്ന ഈ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി. ഒരു സ്റ്റാർ കാണാം കേട്ടോ നിങ്ങൾക്ക്. ഇപ്പോഴും ആൾക്കാരൊക്കെ റോട്ടിലുണ്ട്, വണ്ടികളൊക്കെ പാഞ്ഞും തിരിഞ്ഞും ഒക്കെ പോണുണ്ട്. ഇതൊരു സ്റ്റാർ കണ്ടോ, ഇത് സരിക. ഇത് പിന്നെ ഇവിടെ ഒരു എന്റെയൊക്കെ കുഞ്ഞുനാൾ മുതലുള്ള അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ ഇയർ വന്നു കഴിഞ്ഞാൽ ഒരു കാഴ്ച കൂടെ കാണിച്ചുതരാം കേട്ടോ. ഇങ്ങനെ വെച്ച് കാണിച്ചുതരാം നിങ്ങൾക്ക്. ഇതൊരു ചർച്ചാണ്. ഇതൊരു ചർച്ച്. അവിടെ അലങ്കാരങ്ങളൊക്കെ ഉണ്ട്. നമ്മളൊക്കെ കൊച്ചിലേക്ക് എന്ന് പറഞ്ഞാൽ ക്രിസ്മസ് ആകുമ്പോൾ നമ്മൾ 24-ാം തീയതി പള്ളിയിൽ പോകും, തിരിച്ചു വരും, കിടന്നുറങ്ങും, രാവിലെ എണീക്കും, എന്തെങ്കിലുമൊക്കെ ആഹാരങ്ങളൊക്കെ കഴിച്ചിട്ട് അന്നൊക്കെ ഉണ്ടാക്കുന്ന ഇഡ്ഡലി സാമ്പാറൊക്കെയാണ് രാവിലെ ഉണ്ടാക്കുന്നത്. ഇപ്പൊക്കെ ബിരിയാണി, അപ്പം, അങ്ങനത്തെ കാര്യങ്ങളിലോട്ടൊക്കെ പോകണം. അത് കഴിഞ്ഞ് പിന്നെ ന്യൂ ഇയറിന്, അത് കഴിഞ്ഞ് പിന്നെ സ്കൂളിൽ ഇപ്പൊ അങ്ങനെയാണ്. ഇപ്പോഴത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ലേ. ഇപ്പം കുറേ നമ്മുടെ സ്ഥലങ്ങളൊക്കെ കാണാനും അലങ്കാരങ്ങളൊക്കെ ഭയങ്കരമായിട്ടുള്ള മാറ്റങ്ങളൊക്കെയാണ് ഇപ്പം. അതൊന്നും നമുക്ക് എനിക്ക് 40 വയസ്സാവണം. പക്ഷെ ഈ 40 വയസ്സിൽ ആദ്യമായിട്ടാണ് രാത്രി ഇങ്ങനത്തെ ഒരു യാത്ര.
ഇങ്ങനെ അതല്ല, അതായത് ഇന്ന ദിവസം, അതായത് ക്രിസ്മസ് ഇന്ന ദിവസം, അതായത് ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ വന്നതിൽ ഈ ന്യൂ ഇയറിൽ, അത് 2025 ജനുവരി 1 തീയതിയുള്ള ഒരു കുഞ്ഞു യാത്രയാണ് ഞങ്ങളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത നമുക്ക് നമ്മുടെ വെട്ടേട് പള്ളിയുടെ ഭാഗത്തോട്ട് എത്തി. അപ്പോൾ അതിന് വെട്ടേട് പള്ളിയുടെ അവിടെയുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു തരാം കേട്ടോ. എല്ലാവരും കൂടെ തന്നെ വേണം കേട്ടോ. കുറച്ച് ആൾക്കാർ എടുത്ത് പറഞ്ഞു ട്രാവൽ ചെയ്യണതിൻ്റെയും കുറച്ച് അങ്ങനെയുള്ള ഇതൊക്കെ എടുക്കാൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ഇറങ്ങിയിരിക്കണത്. അപ്പോൾ അടുത്ത് ഞാൻ നമ്മുടെ സ്ഥലം കാണിച്ചു തരാം. അടുത്ത് വെട്ടുകാട് ചർച്ച്. എന്ത് നല്ല ഭംഗിയായിട്ടെന്നറിയാം അലങ്കരിച്ചിരിക്കുന്നത്. മാസമൊക്കെ കഴിഞ്ഞപ്പോ ഇറങ്ങിയതേ ഉള്ളൂന്ന് തോന്നുന്നു. അപ്പൊ ആൾക്കാരൊക്കെ നല്ലപോലെ പുറത്തുണ്ട്. അപ്പം നിങ്ങൾക്ക് തന്നെ ഇഷ്ടപ്പെടും കേട്ടോ ഇവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ. ഒരു കൂറ്റൻ സ്റ്റാർ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഫ്രണ്ടില്. ഈ വെട്ടുകാട് പള്ളി ചർച്ചും ഇങ്ങനത്തെ ഒരു അനുഭവം കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് കണ്ടിട്ടൊന്ന് കമന്റ് ചെയ്യണം കേട്ടാ. എന്ത് അടിപൊളിയായിട്ട് അലങ്കരിച്ച് വെച്ചിരിക്കണമെന്ന് നോക്കിയാണ്. ഇതൊക്കെ നമുക്ക് വന്ന് കണ്ടില്ലെങ്കിലേ നഷ്ടമാണ് കേട്ടോ. ഇതൊക്കെ ഇപ്പോഴും ആൾക്കാർ പുറത്ത് ഇറങ്ങിയിരുന്ന് ഇതൊക്കെ കാഴ്ചകൾ കാണാൻ വരുന്നത് തന്നെ കണ്ടിട്ടുണ്ട്. നിറച്ച് ഗേൾസും ബോയ്സും ആണ് കേട്ടോ ഉള്ളത്. ഐസ്ക്രീം ഒക്കെ കുടിച്ച് അവർ സന്തോഷിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് കേട്ടാ. ഇവിടെയൊക്കെ കണ്ട കാഴ്ചകൾ കണ്ട. ഇതൊക്കെ ഇനി ഞാൻ കണ്ട. നിങ്ങളൊക്കെ ഇങ്ങനെയല്ലേ ക്രിസ്മസിനും ന്യൂ ഇയറിനൊക്കെ ഇങ്ങനെ പുറത്തിറങ്ങി ഇങ്ങനെ നടക്കുവോ? നമ്മുടെ തീരദേശ മേഖലയിലുള്ള ആഘോഷങ്ങളാണ് കേട്ടാ. എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഇതൊക്കെ കണ്ടിട്ട്. കണ്ട കടകള് കണ്ട. എന്ത് സന്തോഷത്തോടെ ആൾക്കാരൊക്കെ നല്ല നല്ല പുതിയ ഡ്രസ്സൊക്കെ ഇട്ട്. ഇതൊക്കെ നമ്മുടെ വലിയ തറയിലുള്ള ആൾക്കാരാണ് കേട്ടോ. ഇതൊക്കെ നിക്കോളാസ്. അപ്പൊ ഇതൊക്കെ കണ്ട. ഇതൊക്കെ കണ്ട നമ്മുടെ വെട്ടുകാട് ചർച്ചാണ്. അലങ്കാരങ്ങളുടെ പറുദീസയായിരിക്കുകയാണ്. അപ്പൊ ഞാൻ പള്ളിയില് അടുത്തെത്തിയപ്പോൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. ചേട്ടനോട് പറഞ്ഞു വണ്ടി അവിടെ ഇട്ടിട്ട് ഇറങ്ങാൻ പറഞ്ഞു. ഇറങ്ങിയതിന് ശേഷം ഇനി ഇവിടെയുള്ള കാഴ്ചകളൊക്കെ കാണുന്നുണ്ടോ നിങ്ങൾ? ഇതൊക്കെ രസമല്ലേ കണ്ട. ചിലപ്പോൾ സൗണ്ട് ക്ലിയർ ആയിരിക്കില്ല ഞാൻ പറയണത് ഇനി അങ്ങോട്ടുള്ളത്. എന്നിരുന്നാലും നിങ്ങൾക്ക് കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരണ്ടേ. അപ്പോൾ നമ്മുടെ ലൈവിൽ പറഞ്ഞ കൂട്ടുകാരൊക്കെ എൻ്റെ അടുത്ത് ഇന്നലെ പറഞ്ഞു നല്ലൊരു വീഡിയോ ഞങ്ങൾ കാണിച്ചു തരണം കേട്ടോ ഫിലോമിന ചേച്ചി എന്ന് പറഞ്ഞു. അപ്പോൾ ആ കൂട്ടുകാർക്കും കൂടെ വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണേ കേട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിൽ പറയണം കേട്ടോ എന്നോട് ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ വാവച്ചൻ ചേട്ടനും മോനും കൂടെ കാണിക്കണതുണ്ടോ? രണ്ടുപേരും കൂടെ പുറത്തിറങ്ങാതെ കാണിക്കുകയാണ് ഇവിടെ. പൂജ കഴിഞ്ഞിട്ടും ആരും വീട്ടിലൊന്നും പോയിട്ടില്ല കേട്ടോ. ഇവിടെ ഇനി ഇങ്ങനെ തന്നെയാണ്. ഇനി നാളെ വൈകുന്നേരം വരെയും രാത്രി വരെയും ഇവിടുത്തെ ആഘോഷങ്ങളൊക്കെ ഇങ്ങനെയാണ്. അപ്പോൾ ഇനി ഇവിടുത്തെ കുറേ കാഴ്ചകളും കൂടെ കാണിച്ചു തരാം കേട്ടോ. എടുക്കട്ടെ കേട്ടോ. വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. എല്ലാവരും ഇതിന് ഭയക്കുന്നുണ്ട്. ഈ പറയുന്ന സംഭവത്തിന്
റെഡി 2 സെക്കൻഡ്. അങ്ങനെ ഞാൻ പോയി കുറേ വീഡിയോസൊക്കെ എടുത്തിട്ട് വന്ന് ഇവിടെ ഇരിക്കുകയാണ്. അത് കടൽ നമ്മുടെ പള്ളിയുടെ ഫ്രണ്ടിൽ മണൽത്തരികളിൽ ഇരിക്കുകയാണ് ഈ രാത്രി. ഇപ്പോൾ സമയത്ത് എത്രയായി? 3:15. അപ്പോൾ കൂടെ ഉണ്ട് കൂടെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇത് ഈ ഡ്രസ്സ് ഇട്ടിങ്ങനെ ആവശ്യമായിട്ട് അവർ വൈകുന്നേരം വണ്ടി ഓടാൻ വേണ്ടി പോയിരുന്നു. ഊബർ ഓടാൻ പോയിട്ട് വന്നിട്ടാണ് ഞാൻ ലൈവൊക്കെ ചെയ്തുകൊണ്ടിരുന്നിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ നല്ല കാറ്റ്, നല്ല കടലിൻ്റെ കാറ്റൊക്കെ നന്നായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഉറക്കം വരും കേട്ടാ. പിന്നെ ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടാ. ഈ ഇടവകയാണ് ഞങ്ങളുടെ വാവച്ചൻ ചേട്ടൻ്റെ ഇടവക. വാവച്ചൻ ചേട്ടൻ ജ്ഞാനസ്നാനപ്പെട്ടത് ആദ്യ കുർബാന എടുത്തതൊക്കെ ഈ ഇടവകയിലാണ്. ഈ നാട്ടിലാണ് വാവച്ചൻ ചേട്ടൻ ജനിച്ചു വളർന്നത്. ആ ഒരു പ്രത്യേകതയുണ്ട്. പറ എന്തോന്ന് എന്തായിരുന്നു? ജ്ഞാനസ്നാനം, ആദ്യ കുർബാന, സ്ഥൈര്യലേപനം ഇവിടെ തന്നെ പഠിച്ചത്. ഇവിടുത്തെ സെന്റ് മേരീസ് സ്കൂളിൽ. ഞങ്ങളുടെ ഇടവക പള്ളിയാണ് ഒറ്റയാട് മദർ ദേവോസ് അല്ലേ ചർച്ച്. മോന് 5ാം ക്ലാസ് മുതൽ ഈ ഇടവകയുടെ ഇതിലുള്ള പള്ളിയിലാണ് പഠിച്ചത്. ഇവിടെ അങ്ങനെയൊക്കെയുള്ള കുറേ ബന്ധങ്ങളുണ്ട് കേട്ടോ നമുക്ക് ഈ ഇടവകയായിട്ട് ചേർന്ന്. ഞാൻ ഇങ്ങനെ വെച്ചിരുന്നോ, ഞാനിപ്പോൾ സൗണ്ട് കൊടുത്തോണ്ടിരിക്കുകയില്ലേ. അപ്പോൾ വാവച്ചൻ ചേട്ടൻ അവിടെ മൊബൈലിൽ പാട്ടിട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കോപ്പിറൈറ്റ് കിട്ടുമില്ലേ. അപ്പോൾ എനിക്ക് പെട്ടെന്ന് വന്നു. അതെങ്ങനെ ഒരു പിടി പിടിച്ചു. ബാക്കിയും കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ. ഇടയ്ക്ക് നമ്മൾ ഭയങ്കര സന്തോഷത്തോടെയാണ് ഇരിക്കണം കേട്ടോ. ഇപ്പോൾ ഉച്ചക്കൊക്കെ ഭയങ്കര പ്രഷർ ഉണ്ടായിരുന്നു. ഇപ്പം അതൊക്കെ മാറി. നല്ല തണുത്ത കാറ്റ്. കടലാണ് കേട്ടോ ഇവിടെ അവിടെ ഒരു നമുക്കൊരു കടലിൻ്റെ ഒരു അതിൻ്റെ പേരെന്തോന്നാണ് ചേട്ടാ? നല്ല കടലോരം ചായക്കടയുണ്ട് അവിടെ. ഫുഡൊക്കെ നല്ല വെറൈറ്റി മീനൊക്കെ അവിടെ ഉണ്ട്. മീൻ വെറൈറ്റി മീനുണ്ട്. ആ മീനൊക്കെ നമ്മൾ ചില സമയത്തൊക്കെ വന്ന് നമ്മൾ കഴിക്കും ഇവിടെ നിന്ന് വാങ്ങിച്ച്. അവിടെ നെയ്ച്ചോറും ചപ്പാത്തിയും പയറ് കറിയും നൊത്തോലി ഫ്രൈയും ഉണ്ട്. അടിപൊളി കോമ്പിനേഷനാണ്. എപ്പോഴെങ്കിലുമൊക്കെ വരുമ്പോൾ നിങ്ങൾ ആ കടലോര ആ ഹോട്ടലിൽ പോയി കഴിക്കണം കേട്ടോ. നല്ല ഫുഡാണ് ഇവിടുത്തെ ഫുഡുകൾ കേട്ടോ. അവിടെ ഒരു മുന്തിരി ജ്യൂസ് ഉണ്ട്, അതും കൊള്ളാം, സൂപ്പറാണ്. തറവാട് വീട്ടിലുണ്ട്. അപ്പോൾ തറവാട് വീട്ടിലുണ്ട്. കണ്ട ഇവിടെ വന്ന് മടിയന്മാരാണ് കേട്ടോ. രണ്ട് മടിയന്മാരാണ്. തറവാട് വീടെന്ന് പറഞ്ഞിട്ട് ഇവിടെ കയറി കിടക്കുകയാണ് ഈ രാത്രി കേട്ടാ. ഒരാൾ അവിടെ, ഒരാളെ ഇവിടെ ഈ രാത്രിയിൽ. അപ്പൊ ഇനി ഇവിടെ നിന്ന് വേറോടെ എന്നെ കൊണ്ടുപോകുന്ന എനിക്ക് തോന്നണില്ല. ഇതോടെ ഇവിടുത്തെ യാത്ര തീർന്നു. അപ്പോൾ ഇതൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടാ. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലിന് സബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളെല്ലാവരും കഴിഞ്ഞ വർഷം എൻ്റെ കൂടെ ഉണ്ടായതുപോലെ ഈ വർഷവും എൻ്റെ കൂടെ ഉണ്ടാവുക. എല്ലാവിധ സപ്പോർട്ടുകളും എനിക്ക് തരിക. അപ്പോൾ എല്ലാവർക്കും ഒരു പുതുവത്സര ആശംസകൾ നേരുന്നു. ഹാപ്പി ന്യൂ ഇയർ ഹൃദയം നിറഞ്ഞ. അപ്പോൾ ടാറ്റ ബൈ, സി യു. ഇനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.